ഹായ് കൂട്ടുകാരെ, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ പാർലറിൽ പോകാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ശ്രുതി താഴെ ഒരു കോളിംഗ് ബെൽ കേൾക്കുന്നുണ്ട്. രേവതി ഉണ്ടല്ലോ, അവൾ ചെന്ന് വാതിൽ തുറന്നോളും. രാവിലെ തന്നെ ചന്ദ്രമതി ആണെങ്കിലോ ഭാമയെ കാണാനായിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടാവും. രവീന്ദ്രൻ ചെറുതായിട്ടൊന്ന് നടക്കാമെന്ന് കരുതി പുറത്ത് തന്നെ ആയിരിക്കൂട്ടോ. ആ സമയത്താണ് കോളിംഗ് ബെൽ. അടുക്കളയിൽ തിരക്കിട്ട ജോലിക്കിടയിലാണ്. കോളിംഗ് ബെൽ അമർന്ന് കാണുമ്പോൾ രേവതി സച്ചിയോട് പറയും, ആ വാതിലൊന്ന് തുറന്നു നോക്കാമായിരുന്നല്ലോ, ഞാൻ കിച്ചണിൽ ദോശ ഉണ്ടാക്കുകയാണ്. അതെന്താ നിനക്ക് തുറന്നാൽ അമ്മയായിരിക്കും. അമ്മ രാവിലെ തന്നെ പുറത്തിറക്ക് പോകുന്നത് കണ്ടല്ലോ. അമ്മ ഇപ്പോൾ അങ്ങ് പോയതല്ലേ ഉള്ളൂ, അമ്മയൊന്നല്ലായിരിക്കും. ചേട്ടൻ അതാരാന്ന് ചെന്ന് നോക്കിയേ എന്ന് പറയണ്. മനുഷ്യനെ മെനക്കെടുത്താൻ മര്യാദക്ക് ഒരു ചായ കുടിക്കാൻ പോലും സമ്മതിക്കില്ല, ആരാ ഈ സമയത്ത് എന്നും പറഞ്ഞോണ്ട് സച്ചി ചെന്ന് കതക് തുറക്കാണ്. അപ്പോഴാണ് നല്ല സൂട്ടും കോട്ടൊക്കെ ഇട്ട ഒരു പണക്കാരെന്ന് തോന്നിപ്പിക്കുന്ന ഒരാൾ നിൽക്കുന്നത്. ആരാ എന്താ ഇവിടെ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. ബൈ ദ ബൈ, നിങ്ങളാരാണെന്ന് തിരിച്ച് ചോദിക്കുകയാണ്. ഞാൻ ആരാണെന്നോ? എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ ആരാണെന്ന് ചോദിക്കാൻ നിങ്ങളാരാ? മനസ്സിലായില്ല. ഇവിടെയുള്ള ആളല്ലെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ, അതെ, ഞാൻ ഇവിടെയുള്ളതല്ല, ഞാൻ വരുന്നത് മലേഷ്യയിൽ നിന്നാണെന്ന് അയാൾ പറയുന്നുണ്ട്. മലേഷ്യയിൽ നിന്നോ? ഇനിയിപ്പോൾ പൗഡർ എടുത്തിയുടെ ആരെങ്കിലും ആയിരിക്കുമോ? അന്നിപ്പോൾ ഒരാളെ കൊണ്ടുവന്നു ചെറിയച്ഛനാണെന്ന് പറഞ്ഞ് അതിൻ്റെ ബാക്കി വല്ലതായിരിക്കോ എന്ന് സച്ചി ആലോചിക്കാണ്. അങ്ങനെ വീണ്ടും ചോദ്യം, അല്ല, മലേഷ്യക്കാരൻ ആരെ കാണാനാ ഇവിടേക്ക് വന്നത്? ഇത് പാവം രവീന്ദ്രൻ്റെ വീടാണ്, ചന്ദ്രമതിയുടെയും രവീന്ദ്രൻ്റെയും വീടാണ്. ആണല്ലോ, ആ വീട്ടിലേക്ക് തന്നെയാണ് ഞാൻ വന്നതെന്ന് അയാൾ പറയുന്നുണ്ട്. എന്നാലും മനസ്സിലായില്ല, അച്ഛനെ കാണാനാണോ വന്നത് എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും അയാൾ അധികാരത്തോടു കൂടെ അകത്തേക്ക് കയറി സോഫയിൽ ഇരിക്കാട്ടോ. അയ്യടാ, എന്താ ഇത്? നിങ്ങളുടെ അകത്ത് കയറാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പോഴേക്കും നിങ്ങൾ കയറി ഇവിടെ ഇരുന്നോ? അതെ, എല്ലാത്തിനുള്ള അവകാശം എനിക്കുണ്ടെന്ന് കൂട്ടിക്കോ. അല്ല, ഇവിടുത്തെ മറ്റുള്ളവരൊക്കെ എവിടെ? അമ്മ പുറത്തു പോയി, അച്ഛൻ ചെറുതായിട്ട് നടക്കാൻ പോയതേ ഉള്ളൂ, അച്ഛനിതാ ഇപ്പോൾ വരും എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ വാതിക്കൽ എത്തിയിട്ടുണ്ടാവും. ആരാ സച്ചി എന്ന് ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. അതെ അച്ഛ, ഇതാ ഒരു മലേഷ്യക്കാരനെ. ആരാണെന്ന് ചോദിച്ചിട്ട് ഞാൻ ആരാണെന്നാ പറയുന്നത്? ഇയാൾ ആരാണെന്ന് പോലും തെളിച്ച് പറയുന്നില്ല. അയ്യോ, മനസ്സിലായില്ലല്ലോ, ആരാ എന്ന് ചോദിക്കുമ്പോൾ അയാൾ എണീറ്റ് നിന്ന് രവീന്ദ്രന് കൈ കൊടുക്കുന്നുണ്ട്. അല്ല, ഇപ്പോഴും ആരാണെന്ന് മനസ്സിലായി, ഞാനിവിടുത്തെ ശ്രുതിയുടെ അച്ഛനാണ്. ഇത് കേട്ടതും രവീന്ദ്രന് ആകെ അമ്പരപ്പോടെ നോക്കാട്ടോ. സച്ചിയും വാ പൊളിക്കണം. എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ, നിങ്ങൾ ശ്രുതിയുടെ ഇവിടുത്തെ പൗഡർ ഏട്ടത്തിയുടെ അച്ഛനാണെന്നോ? എന്നിട്ട് ഏട്ടത്തിയെ ഇവിടേക്കൊന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ ആലോചിക്കുക. ഇത് കേട്ടോണ്ട് അവിടേക്ക് രേവതിയും വരുന്നുണ്ട്. എന്തായാലും മോളെ രേവതി, നീ ശ്രുതിയെ വിളിക്ക്, അച്ഛൻ വന്നിട്ടുണ്ടെന്ന് പറയണേ. അപ്പോൾ രേവതിയാണെങ്കിലോ ശ്രുതിയുടെ അച്ഛനെ കാണാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. കണ്ടാൽ തന്നെ ഒരു ഗാംഭീര്യമുള്ള ഒരു മനുഷ്യൻ. ഇയാളാണോ ഇനിയിപ്പോൾ ശ്രുതിയുടെ അച്ഛനെന്നൊക്കെ സംശയത്തിൽ തന്നെ സച്ചി നിൽക്കാണ്. അപ്പോഴേക്കും പുറത്തേക്ക് പോകുന്ന വേഷത്തിൽ ശ്രീകാന്ത് വർഷയും വരുന്നുണ്ട്. ഇതാരാണെന്ന് അച്ഛാന്ന് ചോദിക്കുമ്പോൾ ശ്രുതിയുടെ അച്ഛനാണെന്ന് പറഞ്ഞ് അവരെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്കിൾ ഇപ്പോഴെങ്കിലും ശ്രുതിയുമായിട്ടുള്ള പിണക്കൊക്കെ മറന്ന് ഇങ്ങോട്ട് വന്നല്ലോ. ചേച്ചിക്ക് ഒരുപാട് വിഷമായിരുന്നു, അച്ഛൻ പിണക്കത്തിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും വന്നത് നന്നായി എന്ന് പറഞ്ഞ് വർഷക്കായി പിടിക്കുന്നുണ്ട്. മോളുടെ പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പേര് വർഷ എന്നാ, ശ്രീകാന്തിൻ്റെ ഭാര്യയാണ് ഞാനെന്നൊക്കെ അവൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് രേവതി ചെന്നിട്ട് ശ്രുതിയെ വിളിക്കാണ്. ശ്രുതിയാണെങ്കിലോ നന്നായിട്ട് ഒരുങ്ങായിരിക്കൂട്ടോ. ശ്രുതിയും റൂമിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ വാതിൽ തട്ടുന്ന കാണുമ്പോൾ ആരാ? ശ്രുതിക്കാതൊക്കെ തുറന്നു നോക്ക്, അമ്മയായിരിക്കും. ഓ നാശം, എനിക്കിപ്പോൾ ഒന്ന് ഉറങ്ങേണ്ട സമയമാണ്, ഈ അമ്മ എന്തിനാ ഇങ്ങനെ ശല്യം ചെയ്തതെന്ന് പറഞ്ഞ് ശ്രുതി പുറത്തേക്ക് വരുമ്പോൾ രേവതി ആയിരിക്കും. നീ എന്തിനാ ഞങ്ങളുടെ കഥകിൽ മുട്ടിയത്? അത് പിന്നെ ശ്രുതിയുടെ അച്ഛൻ വന്നിട്ടുണ്ടെന്ന് പറയണേ. ശ്രുതിയുടെ അച്ഛനോ? മലേഷ്യയിൽ നിന്ന് ശ്രുതിയുടെ അച്ഛനോ ആണോ വന്നിട്ടുള്ളത് എന്ന് ചോദിക്കണം. അതെ, താഴെയുണ്ടെന്ന് പറയുമ്പോൾ ശ്രുതി ഓടിച്ചെല്ലുന്നുണ്ട് കേട്ടോ ആ വേഷത്തന്നെ. എന്നിട്ട് മലേഷ്യക്കാരൻ്റെ കൈ പിടിക്കുന്നുണ്ട്. അയ്യോ, ശ്രുതിയുടെ അച്ഛൻ വന്നിരുന്ന് ഞങ്ങൾ അറിഞ്ഞില്ല, എന്നാലും പിണക്കൊക്കെ മറന്ന് വന്നല്ലോ എന്ന് പറയുമ്പോൾ, ആ ഇതാണോ എൻ്റെ മരുമകൻ? എന്തായാലും എൻ്റെ മോളെ കാണാൻ എനിക്ക് തിടുക്കായി, അവൾ എവിടെയെന്ന് ചോദിക്കുക. ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ ശ്രുതി ആകെ ഷോക്കായി നിൽക്കുകയാണ്. എൻ്റെ ഈശ്വര, അടുത്ത കുരിശി, ഇനി അത് ആരാണാവോ? എത്തൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞ് ആരാ വന്നിട്ടുള്ളത് എന്നൊക്കെ ചിന്തിച്ച് ശ്രുതി അവിടെ നിൽക്കട്ടോ. എന്താ ശ്രുതി, സന്തോഷമായില്ലേ? ശ്രുതി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളാ വന്നിട്ടുള്ളതെന്ന് കേട്ടപ്പോൾ അതിൻ്റെ ഷോക്കാണോ? എന്തായാലും താൻ വാ, തൻ്റെ അച്ഛൻ തന്നെ അന്വേഷിക്കുന്നുണ്ട്, എല്ലാ പിണക്കും മറന്നിട്ടാണ് അച്ഛൻ വന്നത്. അതിൻ്റെ സന്തോഷം നിന്റെ അച്ഛൻ്റെ മുഖത്ത് കാണാനുണ്ടെന്ന് പറഞ്ഞ് രേവതി താഴേക്ക് ചെല്ലാം. ആരാപ്പോ ഈ വന്നിട്ടുള്ളത്? തൻ്റെ അച്ഛൻ്റെ വേഷം കെട്ടി. ഈശ്വര, എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് പേടിയോടുകൂടെയാണ് ശ്രുതി താഴേക്ക് വരുന്നത്. അങ്ങനെ വരുന്ന കണ്ടതും അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് ശ്രുതിയാണെന്ന്. ആ മോളെ, നീ എന്താ ഇങ്ങനെ? അച്ഛനെ കണ്ടിട്ട് ഒരു സന്തോഷമില്ലാത്ത, എപ്പോഴും അച്ഛൻ എപ്പോഴാ എന്നോട് പിണക്കം മറന്ന് എൻ്റെ അടുത്തേക്ക് വരാ എന്ന് ചോദിക്കുന്ന മോളാ എന്നെ കണ്ടപ്പോൾ ആകെ ഷോക്കായിട്ട് വരുന്നത്. എന്താ മോളെ ഇങ്ങനെ എന്ന് ചോദിച്ച് ശ്രുതിയെ ഇങ്ങനെ ചേർത്ത് പിടിക്കാണ് അയാൾ.
ഈ സമയം ശ്രുതിക്കാകെ അന്തം വിട്ടാണ്. ഇയാൾ ആരാണ്? എന്തോ ഒരു ഉദ്ദേശം വെച്ച് വന്നതാണെന്ന് ശ്രുതിക്ക് മനസ്സിലാകുമ്പോൾ ശ്രുതി പെട്ടെന്ന് പിടഞ്ഞു മാറുന്നുണ്ട്. എന്താ മോളെ, നിനക്ക് ഇപ്പോഴും നിന്റെ അച്ഛനോട് പിണക്കാണോ എന്ന് ചോദിക്കാണ്. ആ സമയത്ത് രവീന്ദ്രൻ എനിക്ക് പിണക്കൊന്നില്ലെന്ന് പറയാണ്. ആ സമയത്താണ് ഭാമയുമായിട്ട് അവിടേക്ക് ചന്ദ്രമതി വരുന്നത്. അങ്ങനെ ആരാ ഇതെന്ന് ചോദിച്ച് ചന്ദ്രമതി എവിടേക്ക് വരുമ്പോൾ അതേ പൗഡർ എടുത്തിയുടെ അച്ഛനാണെന്ന് സച്ചി ആക്കി പറയാട്ടോ. എന്താ മോളെ ഇവ നിന്നെ ഇങ്ങനെയൊക്കെ വിളിക്കുന്നത്, ഒരു മര്യാദ ഇല്ലാത്ത പോലെ എന്ന്. അപ്പോഴേക്കും ആ മനുഷ്യൻ ആ ഒരു ശ്രുതിയുടെ അച്ഛനാണെന്ന് പറഞ്ഞ ആൾ അങ്ങനെ പറയുന്നുണ്ട്. ഇതിനുശേഷം മോളെ എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ കൊടുക്കുമെന്ന് പറയണം. അതൊന്നും വേണ്ട, മോളെ കൂട്ടി ഒരിടം വരെ എനിക്ക് പോകണം. ഇവിടെ കുറച്ച് ബിസിനസ് ആരംഭിക്കാൻ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ മോളെ കാണിച്ചു കൊടുത്ത് മോളുടെ പേരിലേക്ക് ആ സ്ഥലങ്ങളൊക്കെ മാറ്റാനാണ് എൻ്റെ പ്ലാൻ. അതുകൊണ്ട് മോളെ നമുക്കൊന്ന് പുറത്തേക്ക് പോവാം, നിന്റെ പിണക്കൊക്കെ ഞാൻ മാറ്റിക്കോളാം എന്ന് പറയാണ്. ഒടുവിൽ ശ്രുതി നിവൃത്തിയില്ലാതെ അയാളെ കൂടെ പോവാൻ കേട്ടോ. അയാൾ ആരാണെന്നോ എന്താണെന്നോ ശ്രുതിക്ക് അറിയില്ല. അയാളെ കണ്ടതും ശ്രുതി അകം നെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. തൻ്റെ അച്ഛൻ മലേഷ്യയിലാണെന്ന് ചുമ്മാ കള്ളം പറഞ്ഞാണെങ്കിലും ഓരോരുത്തരായിട്ട് വീട്ടിലേക്ക് കയറി വന്ന് ഇതെന്തിൻ്റെ ആരാണ് ഇതിൻ്റെ പിന്നിലെന്നറിയാതെ ശ്രുതി അകം വിഷമിച്ച് നിൽക്കുക. അങ്ങനെ ശ്രുതിയെ അയാൾ ഒരു കാറിൽ കയറ്റുന്നുണ്ട്. ആ കുറച്ച് ദൂരം പോകുമ്പോൾ ബാക്കിൽ നിന്ന് ഒരു പൊട്ടിച്ചിരി കേൾക്കാണ്. ശ്രുതി പേടിയോടെ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ നവീനായിരിക്കും. എടി ശ്രുതി മോളെ, നിന്റെ അച്ഛനെ മലേഷ്യക്കാരനാണെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞുകൊണ്ടല്ലേ നീ ആ വീട്ടിൽ പിടിച്ചു നിൽക്കുന്നത്. ഇപ്പം നിന്റെ അച്ഛൻ്റെ വേഷം കെട്ടി ഇയാൾ വന്നല്ലോ നിന്നെ കൊണ്ടുപോവാൻ. ഇനി നീ ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളെ അങ്ങ് കടന്ന് പിടിക്കാട്ടോ. ഈ സമയം ശ്രുതി അവിടെ അലറി വിളിക്കുന്നുണ്ടെങ്കിലും ആരും അത് കേൾക്കുന്നില്ല. അങ്ങനെ ശ്രുതി ഒരു വിധത്തിൽ തന്നെ ആ കാറിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലോ അവിടെ ആരും സഹായിക്കാനോ ഒന്നുമില്ലാതെ ശ്രുതി അകപ്പെട്ടു പോവാണ്. ഒടുവിൽ ശ്രുതി ചോദിക്കുന്നുണ്ട് നവീൻ്റെ അടുത്ത്, നിനക്ക് എന്ത് വേണം, എന്തിനാ നീ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പണമൊന്നും വേണ്ടടി, എനിക്ക് നിന്നെ വേണം. അപ്പോൾ അവളുടെ അച്ഛൻ എന്ന് പറഞ്ഞ് വേഷം കെട്ടി വന്ന ആൾ അവളെ നോക്കി വാശ്യമായി ചിരിക്കാണ് കേട്ടോ. എടി നീ നല്ല എൻ്റെ മോളാണെന്ന് പറഞ്ഞ് നിന്നെ ചേർത്ത് പിടിച്ചപ്പോൾ എൻ്റെ ശരീരത്താകെ കരണ്ട് അടിക്കുന്ന പോലെ നീ ഒരു ഇടിപെട്ട സാധനം തന്നെ. എന്തായാലും നിന്നെ ഞങ്ങൾക്ക് ഒരേ ഒരു ദിവസം വേണം, അത് കഴിഞ്ഞിട്ടേ നിന്നെ വിടാം. നീ അതിനുശേഷം സുഖമായിട്ട് നന്നായിട്ട് കുളിച്ചതിന് ശേഷം വീട്ടിലേക്ക് പോ. പിന്നെ ഞങ്ങളാരും ഒരിക്കലും നിന്നെ ശല്യം ചെയ്യാൻ വരില്ലെന്ന് നവീനും അയാളും കൂടെ പറയുമ്പോൾ ശ്രുതി പറയും, ഇല്ല ഒരിക്കലും നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോവില്ല, അതെൻ്റെ ജീവൻ പോയാലും വേണ്ടില്ല എന്ന് അവൾ പറയുന്നുണ്ട്. ഇത് കേട്ട് അവർ രണ്ടുപേരും കൂടെ പൊട്ടിച്ചിരിക്കാണ്. എന്നിട്ടും ഇവളുടെ അഹങ്കാരത്തിന് ഒട്ടും കുറവില്ലല്ലടാ, നമ്മൾ അറേഞ്ച് ചെയ്ത സ്ഥലത്തേക്ക് ആ റെസ്റ്റോറൻറ്റിലേക്ക് ഇവളെ കൊണ്ടുപോവാം എന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ശ്രുതിയെ വണ്ടിയിൽ നിന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. ശ്രുതി ആണെങ്കിൽ ചുറ്റുപാട് നോക്കുന്നുണ്ട്. തനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ കഴിയുമോ എന്നറിയാതെ അവൾ ചുറ്റുപാട് നോക്കാണ്. ഈ സമയത്ത് സച്ചി അവർക്ക് പുറകെ തന്നെ ഉണ്ടാവട്ടോ. സച്ചിക്ക് എന്തോ പന്തികേട് തോന്നി. സച്ചി അവരെ പുറകെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടാകും. എവിടേക്കാണോ അച്ഛനും മോളും പോകുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പോഴാണ് പുറത്തേക്ക് ഇറക്കുന്ന രംഗം കണ്ടതും സച്ചിക്ക് കാര്യം മനസ്സിലാവാണ്. ശ്രുതിയെ രണ്ടുപേരും കൂടെ ചേർന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന കണ്ടതും സച്ചി അവിടേക്ക് ഓടി വരുന്നുണ്ട്. എടാ നിന്നൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചവിട്ടുന്നുണ്ട് കേട്ടോ. അതോടുകൂടി ശ്രുതി സ്വതന്ത്രയാവാണ്. അങ്ങനെ അവരെ നല്ല ഫൈറ്റ് ചെയ്ത് തന്നെ സച്ചി ഒടുവിൽ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ഇനിയെങ്കിലും സത്യം പറ, ഇവരൊക്കെ ആരാണ്, നീ ആരാണെന്ന കാര്യത്തിൽ ആർക്കും ഒരു തെളിവുമില്ല, എന്തിനാ നീ ഇങ്ങനെ കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നത്, എന്താണെന്ന് വെച്ചാൽ സത്യം പറ. ഒടുവിൽ തൊഴിൽ കഴിയോടെ കൂടെ ശ്രുതി പറയുന്നുണ്ട്, സച്ചി എന്നോട് ക്ഷമിക്കണം, ഇതെൻ്റെ അച്ഛനല്ല, ഇവരാരാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അവൾ കഴിയൊഴിയാൻ നോക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രുതിയോട് സച്ചി പറയും, നിർത്തേ, ഇനിയും നിന്റെ നാടകം നിർത്തി. ഈ സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാ കാര്യവും. അന്ന് ചെറിച്ചൻ്റെ വേഷം കെട്ടി ഒരാൾ വന്നതും അയാൾ ആരാണെന്നും നിനക്കറിയാം, അതെല്ലാം നീ വരുത്തിയതാണ്. പക്ഷേ ഇവരെ നിനക്ക് പരിചയമില്ല, ഇവരെ നീ എന്തിനാണ് ഈ വീട്ടിലേക്ക് വരുത്തിയത്? അയ്യോ സച്ചി, ഒരിക്കലും ഞാൻ ഇവരെ വീട്ടിലേക്ക് വരുത്തിയതില്ല, ഇവരാരാണെന്ന് എനിക്കറിയില്ല. ഇയാൾ എന്നെ ഉപദ്രവിക്കാൻ നിൽക്കും എപ്പോഴും. ശ്രുതിക്ക ഇയാളെക്കുറിച്ച് അറിയാം, ഇയാളാണ് എൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞ് ഇയാളെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ വീട്ടിൽ വെച്ച് തന്നെ നിനക്ക് അറിയാമായിരുന്നില്ലേ ഇത് നിന്റെ അച്ഛനല്ലെന്ന്? നിങ്ങളെല്ലാവരും വിശ്വസിച്ച മട്ടിലാണ് സംസാരിച്ചത്. അമ്മയും അച്ഛൻ്റെയും സന്തോഷം കണ്ടില്ലേ? ആ സമയത്ത് എനിക്കങ്ങനെ പറയാൻ തോന്നിയില്ല. അല്ല, നിനക്ക് മലേഷ്യയിൽ അച്ഛനുണ്ടോ എന്ന് ശ്രുതിയോട് ചോദിക്കുമ്പോൾ ശ്രുതിയുടെ തല താന്നു പോവാട്ടോ. എന്തൊക്കെയോ നീ കള്ളത്തരം മറക്കുന്നുണ്ട്. അധികം വൈകാതെ നിന്റെ കള്ളത്തരങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരും. അല്ലെങ്കിൽ സത്യം ഇപ്പം നീ പറഞ്ഞോ? എന്തായാലും ഈ സത്യങ്ങളൊന്നും ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. ഒടുവിൽ ശ്രുതി സമ്മതിക്കാണ്, എനിക്ക് അച്ഛനില്ല, ഞാൻ ഒരു പണക്കാരുടെ മകളാണെന്ന് അറിഞ്ഞാൽ മാത്രമേ ചന്ദ്രമതി അമ്മ എന്നെ ശ്രുതിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കൂ. അതിനുവേണ്ടിയാ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. അപ്പോൾ നീ വെറും ഒരു നാടകമാണ്. എന്തായാലും ആ ഫ്രോഡിനെ പറ്റിയ പെണ്ണ് തന്നെയാ
നീയെന്ന് പറയാണ് സച്ചി. സച്ചി അങ്ങനെ പറയരുത്, ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. എൻ്റെ മനസ്സിൽ അവനോട് ഇഷ്ടം തോന്നി, അങ്ങനെയാണ് ഞാൻ അവനെ സ്നേഹിച്ചത്, ആ വിവാഹത്തിലെത്തിയതുമെന്ന് ശ്രുതി കൈകൂപ്പി അവനോട് തുറന്ന് പറയുമ്പോൾ, എന്തായാലും ഇതങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല ഞാനെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ വണ്ടിയിൽ കയറ്റുന്നുണ്ട് സച്ചി. സച്ചിയെടുത്ത് പറയുന്നത്, സച്ചി എൻ്റെ ഫാമിലിയെ നിനക്കറിയാം, ഒരിക്കലും ഈ സത്യങ്ങളൊന്നും നീ ആരോടും പറയില്ലെന്ന് എനിക്ക് വാക്ക് തരണം. സച്ചിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. സച്ചിയുടെ മനസ്സിൽ ഈ വക രഹസ്യങ്ങളൊന്നും ഇരിക്കില്ലല്ലോ. ഒടുവിൽ സച്ചി പറയുന്നുണ്ട്, ഞാൻ ആദിയുടെ അമ്മയുടെ മകളാണെന്ന് പറഞ്ഞതോടുകൂടെ സാദിയുടെ മുത്തശ്ശിയുടെ മകളാണെന്ന് ശ്രുതി പറയുന്നതോടുകൂടെ ബ്രേക്ക് ചുവട്ടോ. എന്ത്, ആ പാവം പിടിച്ച അമ്മയുടെ മകളാണെന്ന്? അതെ, ഞാനാണ് അവരുടെ മകള്. നിങ്ങൾ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴേക്ക് ഞാൻ വല്ലാതെ ഭയന്നിരുന്നു. എൻ്റെ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞാൽ ഒരിക്കലും എന്നെ അമ്മ അവിടെ നിർത്തില്ല. ശ്രുതിയും തന്നെ പണത്തിന് മാത്രം സ്നേഹിക്കുന്നവരാണ്. അവർ രണ്ടുപേരും എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് ഭയന്നിരുന്നു ഞാനെന്ന് പറഞ്ഞ് സച്ചിയോട് സത്യങ്ങളെല്ലാം ഏറ്റി പറയുന്നുണ്ട്. ഒടുവിൽ സച്ചി പറയുന്നുണ്ട്, തൽക്കാലം ഈ രഹസ്യങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും. പക്ഷേ ഇനി നീ ആ വീട്ടിൽ അഹങ്കാരം കാണിച്ചാൽ എല്ലാം ഞാൻ എല്ലാവരോടും പറയും. എൻ്റെ ഭാര്യയെ കൂടെ നീ അടുക്കളയിൽ സഹായിക്കണം, അവളെ നീ ചവിട്ടി തേക്കാൻ പാടില്ല. അങ്ങനെ ഒരു വാക്ക് നീ എനിക്ക് തന്നാൽ തിരിച്ചും എനിക്കൊരു വാക്ക് തരാൻ വേണ്ടി കഴിയും. ഈ രഹസ്യങ്ങൾ ആരും ഇനി അറിയാൻ പോവില്ലെന്ന് ഒരു വാക്ക് നിനക്ക് തരാൻ കഴിയുമെന്ന് സച്ചി അവൾക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് പോകുന്ന കാണുമ്പോൾ വീട്ടിലെത്തിയ പാടെ ചന്ദ്രമതി ചോദിക്കും, അല്ല മോളെ അച്ഛൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ അച്ഛൻ തിരികെ പോയെന്ന് ചന്ദ്രമതി അടുത്ത് പറയണം. അയ്യോ, അച്ഛൻ തിരികെ പോയെന്നോ? എന്താ മോളെ ഇത്? നീ ഇങ്ങനെ അച്ഛനെ വിഷമിപ്പിക്കാൻ പാടുണ്ടോ? എനിക്ക് അദ്ദേഹത്തിൻ്റെ പണമോ സ്വത്തോ ആവശ്യമില്ല. ഞാൻ പണം കണ്ടിട്ടാണോ എൻ്റെ അമ്മ മകന് വിവാഹം കഴിച്ചു കൊടുത്തെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, ഏയ് അല്ല മോളെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ചന്ദ്രമതി പിന്നെ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അല്ല സച്ചി, നീ ഇതെവിടെന്നാ വരുന്നത്? ശ്രുതിയും നിൻ്റെ കൂടെ, നിനക്ക് എവിടെന്നാ ഇവളെ കിട്ടിയത്? അതൊക്കെ ഒരു വലിയ കഥയാണെന്ന് പറഞ്ഞ് സച്ചിൻ പോകുമ്പോൾ, മോളെ അവൻ നിൻ്റെ അച്ഛനെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? അതുകൊണ്ട് അച്ഛൻ പിണങ്ങിപ്പോയതാണോ? അല്ല ആൻറ്റി, അച്ഛൻ ചുമ്മാ പോയതാ. അച്ഛൻ ഇവിടെ കുറച്ച് സ്ഥലം നോക്കാൻ വന്നതായിരുന്നല്ലോ, അതിൻ്റെ ആവശ്യം കഴിഞ്ഞു, അപ്പം അച്ഛൻ തിരികെ പോയി എന്നവൾ പറഞ്ഞിട്ട് ഒരുവിധം പിടിച്ചു നിൽക്കാൻ കേട്ടോ. അങ്ങനെ ശ്രുതിയാണെങ്കിലോ പിന്നെ രേവതിയെ കൂടെ അടുക്കളയിലേക്ക് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങുകയാണ്. സച്ചിയെ ഭയന്നിട്ട് തന്നെ ആയിരിക്കൂട്ടോ ഈ രഹസ്യങ്ങൾ എങ്ങനെയെങ്കിലും ശ്രുതി ആരോടെങ്കിലും പറയോ എന്നൊരു ഭയമായിരിക്കും കേട്ടോ ശ്രുതിക്ക്. അതുകൊണ്ട് തന്നെ